കോഴിക്കോട് പയ്യോളിയിൽ നവവധു ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചേലിയ സ്വദേശിനി ആർദ്ര ബാലകൃഷ്ണനാണ് മരിച്ചത്. സംഭവത്തിൽ പയ്യോളി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ആത്മഹത്യ ചെയ്യുമ്പോൾ ഭർത്താവും ഭർത്താവിന്റെ അമ്മയും വീട്ടിലുണ്ടായിരുന്നതായി പെൺകുട്ടിയുടെ അമ്മാവൻ അരവിന്ദൻ വെളിപ്പെടുത്തി. മാസം മുൻപ് വിവാഹിതയായ നവവധുവിനെയാണ് ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഇന്നലെ രാത്രി 8:30 ഈ സംഭവം നടക്കുന്നത്. ഈ തൂങ്ങി മരിച്ച ഈ രീതിയിൽ കാണപ്പെടുമ്പോൾ ഈ യുവതി വീട്ടിൽ നിന്ന് ഇങ്ങനെ ചെയ്ത സമയത്ത് ഈ വീട്ടിൽ ഭർത്താവിന്റെ അമ്മയും ഒക്കെ തന്നെ ഈ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. മാത്രമല്ല ഈ മരിച്ച കുട്ടി പെൺകുട്ടി വീട്ടിലേക്ക് വിളിച്ച സമയത്തും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. അതായത് മരിക്കുന്നതിന്റെ കുറച്ച് മുൻപ് വരെ കുട്ടി വീട്ടുകാരുമായി ഒക്കെ തന്നെ സംസാരിച്ചിരുന്നു. പെൺകുട്ടിയുടെ പെരുമാറ്റത്തിലോ മറ്റ് എന്തെങ്കിലും പ്രശ്നമുള്ളതായി തോന്നിയിട്ടില്ല എന്നാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നത്. മാത്രമല്ല ഈ പെൺകുട്ടിയെ വീട്ടിൽ പെൺകുട്ടി ശ്രമിച്ച സമയത്ത് പിന്നീട് പെൺകുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരൊക്കെ തന്നെ പറഞ്ഞത് ബാത്റൂമിൽ വീണു എന്നാണ് ഈ തൊട്ടടുത്ത വീടിനോടനുബന്ധിച്ചുണ്ടായിരുന്ന അയൽവാസികളോടൊക്കെ തന്നെ പറഞ്ഞത്. അതായത് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ എന്തെങ്കിലും കാരണമുള്ളതായിട്ട് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും വിശ്വസിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ അമ്മാവനടക്കം പറയുന്നത് ഇത് പെൺകുട്ടി ആത്മഹത്യ ചെയ്യില്ല, ആത്മഹത്യ ചെയ്യാൻ മാത്രമുള്ള മറ്റ് കാരണങ്ങളില്ല, മറ്റെന്തോ ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിലൊക്കെ തന്നെ കൊയിലാണ്ടി പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.